ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഡയമണ്ട് ലൈഫോ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോ മക്കളെ വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നത്. ഒരു യൂട്യൂബിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് വീഡിയോസ് കാണാനിടയായിട്ടിട്ട് സങ്കടകരമായ ഒരു കാര്യമാണത്. ചില നമ്മള് ഒരു നല്ലപോലെ മുന്നോട്ട് പോകുന്ന ഒരു യൂട്യൂബറാണ് നമ്മള് സിലു ടോക്സ്. എല്ലാവർക്കും പരിചിതമായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. അപ്പം ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് വ്യക്തിപരമായിട്ട് ആ പെണ്ണിനെ എന്തോ പറഞ്ഞ തെറ്റെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാല് അവര് പറയുന്ന വീഡിയോ ഞാൻ പ്രത്യേകം വിടുന്നുണ്ട്, അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കണില്ല കേട്ടോ. അപ്പൊ ഒരു വീഡിയോ അവര് ചെയ്തിട്ടുണ്ട്. അത് അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് മയ്യത്ത് കബറ് കുഴിക്കാൻ വരെ 6000 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്ക് വെച്ചിട്ട് ഉള്ള യൂട്യൂബേഴ്സ് മൊത്തം എന്താണ് അത് മയ്യത്തിന് വേണ്ടിട്ട് 6000 രൂപ വേണം, 1000 രൂപ ഇല്ലെങ്കിൽ കബറടക്കാൻ പറ്റൂല, അതാണ് ഇതാണെന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത്. പക്ഷെ അതൊന്നല്ല മക്കളെ, അവള് പറഞ്ഞതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കുക. അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ആ ഒരു വ്യക്തി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാല് പൈസക്ക് ക്യാഷിന് അത്രയും വാല്യൂ ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ എന്തായാലും ക്യാഷിന് വാല്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാഷ് ഇല്ലെങ്കിൽ ഒന്നും എന്താ പറയല്, പണ്ടുള്ള പറച്ചിലുണ്ടല്ലോ, പൈസ ഉണ്ടെങ്കിൽ എന്താ അങ്ങനത്തെ ഒരു പറച്ചിലുണ്ട്, എനിക്ക് വലിയ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അവള് പറഞ്ഞത് കബറ് കുഴിക്കാൻ വരെ നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് സങ്കടാവുക. അപ്പൊ അതെന്ന് വെച്ചാൽ നിങ്ങൾ അവളോട് നേരിട്ട് പറയാൻ വേണ്ടി, അല്ലാണ്ട് ആ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് അവള് പൊട്ടിയിട്ട മുഖാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടല്ല ചങ്ങായിയെ അതൊന്നും പറയേണ്ടത്. അപ്പൊ നിങ്ങൾ കഴിയുന്നതും അവളൊക്കെ വെച്ചാൽ നല്ലൊരു യൂട്യൂബറാണ്. എന്ന് വെച്ചാൽ അത്രയും എന്റെ ഒരു അഭിപ്രായത്തിൽ, എനിക്ക് പേഴ്സണലായിട്ടോ ഒന്നും എനിക്കറിയില്ല, ഞാൻ നിങ്ങളെപ്പോലെ അവളെ വീഡിയോസ് കാണുന്നതാണ്. അപ്പൊ നല്ല മക്കളൊക്കെ നല്ല ദീനീപരമായിട്ട് കൊണ്ട് നടക്കുന്നു. പിന്നെ വെച്ചാൽ മക്കളെ ഫുഡ് കാര്യങ്ങൾ അത്രയും മക്കളെ നല്ല നമ്മൾ നോക്കണ പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മക്കളെ നോക്കുന്നുണ്ട്, ഹസ്ബൻഡിനെ നോക്കുന്നുണ്ട്, എല്ലാം മുന്നോട്ട് പോയിട്ട് അവൾക്ക് ഒരുപാട് കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതൊക്കെ വീട്ടിൽ അവൾ ഇത്രയും നല്ല നിലയിലെത്തിയപ്പോ ആർക്കും അത് കണ്ണിപ്പിടിക്കണില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ടിട്ട് അവിടെ ചെറിയൊരു നെഗറ്റീവ്, മനുഷ്യന്മാരായാലും എല്ലാം തെറ്റുകളൊക്കെ പറ്റൂടാ, എല്ലാം പറ്റുമോ, പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഉണ്ടാവും. അപ്പൊ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും തെറ്റ് പറ്റും. എനിക്കാണെങ്കിൽ പോലും നിങ്ങൾക്കാണെങ്കിൽ പോലും തെറ്റ് പറ്റും. അത് അവരെന്താണ് പബ്ലിക്കായിട്ട് അത് പ്രദർശിപ്പിക്കല്ല വേണ്ടത്. എല്ലാവർക്കും തെറ്റ് പറ്റും, അത് പേഴ്സണലായിട്ട് പോയിട്ട് പറയാ വേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് അവളെ പൊട്ടിയിട്ട് മുഖാണ്, നീ 6000 രൂപ ഇല്ലെങ്കിൽ നിന്റെ പൊട്ടിയിട്ട് മുഖം എന്താണ് കക്കും പൂച്ചക്കും കൊടുക്കാനുള്ളതാണ്, അങ്ങനൊന്നും പറഞ്ഞിട്ടല്ല ഒരു വ്യക്തി, അതും പെണ്ണായ വ്യക്തിയെ അങ്ങനൊന്നും തരം താഴ്ത്തരുത്. നമ്മളെ പെണ്ണുങ്ങളെ എത്രയോ പഠിച്ചും പറഞ്ഞിട്ടില്ലേ, നമ്മളെ പെണ്ണാണ്, നമ്മള് ഒരു ആണിന് തണലായിട്ട് പെണ്ണാണുള്ളത്. അപ്പൊ ആ പെണ്ണിനെ നിങ്ങൾ എന്താകരുത്, തരം താഴ്ത്തരുത്. പിന്നെ വെച്ചാല് മയത്തിന് വേണ്ടിയിട്ടുള്ള 6000 രൂപ, അത് ഇപ്പോ എന്റെ വല്യമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ വല്യമ്മനെ കബ്ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന നമ്മളൊക്കെ എന്തെങ്കിലും പണങ്ങളൊക്കെ വേണ്ട അങ്ങനൊക്കെ ചോദിക്കും, തമാശയായിട്ട് നമ്മൾ ചോദിക്കാം. എന്നാലും പറയാം ഇത് മാത്രം ഞാൻ തരൂല, ഇത് എനിക്ക് മയത്തിനേക്കുള്ള മുതലാണത്. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ എന്നോട് പറയലേ എന്ന് വെച്ചാൽ മയത്തിനേക്കുള്ള മുതൽ അവർ നീക്കി വെക്കും. അവര് എന്തെങ്കിലും വെച്ചിട്ട് മയത്തിനേക്ക് വേണ്ട മുതൽ നീക്കി വെക്കും. പക്ഷെ അതെടുത്തിട്ടല്ല അവരെ മക്കള് മയത്തിനേക്ക് മുതല് കുഴിക്കുന്നതും പിന്നെ അവര് ബാക്കിയുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അതെടുത്തിട്ടല്ല അവര് ചെയ്യുന്നത്. പക്ഷെ അവരൊരു വിശ്വാസമാണ് ഇത് മയ്യത്തിനേക്കുള്ള മുതൽ. അവര് വരെ പണ്ടുള്ള ആൾക്കാർ വരെ എന്താണ് മയ്യത്തിനേക്കുള്ള മുതൽ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്ര പണ്ടുള്ള ആൾക്കാർ അത്ര തീരെ ഇല്ല, എന്താ ഞാൻ പറയാൻ, എനിക്ക് പറയേണ്ട ഒരു ഇതില്ല. അപ്പൊ നിങ്ങൾ കഴിയുന്നതും ഒരു യൂട്യൂബേഴ്സിന്, ഒരു പെണ്ണിന്, ഒരാളിന് പബ്ലിക്കായിട്ട് എന്താവരുത് ഇങ്ങനെ. പക്ഷെ ആ പെണ്ണ് അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് പിന്നീടുള്ള വീഡിയോ കണ്ടത്. പക്ഷെ ആ പെണ്ണിനെ കണ്ണ് നിറഞ്ഞിട്ടാണ് അവള് വീഡിയോ ചെയ്തത്. അവൾക്ക് ഫുള്ളായിട്ട് വീഡിയോ വരെ അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം മനസ്സിൽ സങ്കടം. പക്ഷെ ഈ യൂട്യൂബർ ആവാതെ നമുക്ക് പറയുമ്പോ ഇല്ലേ, ഈ വീഡിയോ എടുത്തിട്ട് അവളൊക്കെ ചെയ്യുന്നത് അത്ര റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊന്നും എവിടെയല്ല,
അപ്പൊ അത്ര റിസ്ക് എടുത്തിട്ടാണ് അവള് ചെയ്യുന്നത്. ഈ യൂട്യൂബിലൊക്കെ അത്രയും 1 million ഒക്കെ ആക്കിക്കൊണ്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ടും അവൾക്ക് ഈ ഒരു ഇത് കേൾക്കാതെ വയ്ക്കുമ്പോൾ മാനസികമായിട്ട് തളർന്നു പോകാ. മനുഷ്യന്മാരല്ലേ, തളർന്നു പോകും എന്തായാലും. അപ്പൊ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാ, നിങ്ങൾ നിങ്ങളെ വഴിക്ക് വിടുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ നടക്കുന്നതും അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാവും, അത് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ള ആൾക്കാർ വെച്ചിട്ട് നിങ്ങൾ എന്താകരുത്, കണ്ടന്റ് ആക്കിയിട്ട് അവരെ പിച്ച് ചീന്തരുത്. ദയവായിട്ട് അവരെ പിച്ച് ചീന്തരുതെന്നേ പറയാനുള്ളൂ. പക്ഷെ എല്ലാരും അവൾക്കെതിരെ ഒരു പെണ്ണാവ് പറഞ്ഞതിനെതിരെ എല്ലാരും പണ്ഡിതന്മാര് വരെ ഉണ്ടായിട്ടുണ്ട് അവൾക്കെതിരെ അത് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയിട്ട മുഖമായിക്കോട്ടെ, ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാ അവളെ പറ്റി പറയേണ്ട ആവശ്യം? പക്ഷെ നിങ്ങളെല്ലാരും പറയും എനിക്ക് പേഴ്സണലായിട്ട് അവളാണ്, പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഇതുവരെ നിങ്ങളെ പോലെ വീഡിയോസ് ഇട്ടണം ശരിക്കും കൂടെ പറയാൻ തോന്നി, അത്രേ ഉള്ളു. അപ്പോ നിങ്ങള് കഴിയുന്നതും യൂട്യൂബർ ചെയ്യുന്ന ആൾക്കാരാ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരല്ലേ, തെറ്റുണ്ടാവും, തെറ്റ് പറ്റും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അവൾ എത്ര പോസിറ്റീവ് ചെയ്ത് അവളെ എല്ലാവർക്കും ദാനം ചെയ്യുക, ഒരുപാട് ആൾക്കാർക്ക് തണലായിട്ട് അവൾ നിന്നിട്ടുണ്ട്. അതെന്താ നിങ്ങൾ ഇതിലെടുത്ത് പറയാത്തത്? ഒന്നും എടുത്ത് പറയില്ല. അവളുടെ ചെറിയൊരു വാക്ക്, ഒരു സെക്കൻഡ് എന്തോ പറഞ്ഞൊരു വാക്കിൽ മേലാണ് നിങ്ങളിത് ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെ എടുക്കും. ഞാനിപ്പോ ഈ ഒരു വാക്ക് പറയാന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് തുറക്കുമ്പോ ഇതൊക്കെ കാണുന്നത്, അപ്പൊ ഇത് പറയണം തോന്നി, അപ്പൊ പറഞ്ഞു, അത്രേ ഉള്ളു. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ആരും എന്താ ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.